ആലപ്പുഴയിലെ ആസ്പിൻവാൾ കമ്പനിയിൽ നിന്ന് വലിയ തരത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് ഇറങ്ങിയ സഖാക്കളുടെ സഖാവായ പി കൃഷ്ണപിള്ളയുടെ 5 രൂപ പി കൃഷ്ണപിള്ള നൽകിയ 5 രൂപ നോട്ടുമായി കുട്ടനാട്ടിലേക്ക് എത്തിയ ആ 20 വയസ്സുകാരൻ, ആ 20 വയസ്സുകാരൻ്റെ അതേ കരുത്തോടെ, അതേ ഊർജ്ജസ്വലതയോടെ, അതേ ക്രാന്തദർശിത്വത്തോടെ ഒരു നൂറ്റാണ്ട് കാലം ജീവിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുകയും പാർട്ടിയെ തനിക്കൊപ്പം നടത്തുകയും താൻ പാർട്ടിയുടെ ഭാഗമാവുകയും കേരളത്തെ തനിക്കൊപ്പം നടത്തുകയും താൻ കേരളത്തിൻ്റെ ഭാഗമായും തൻ്റെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രമാക്കി മാറ്റിയെഴുതുകയും ചെയ്ത സഖാവ് VS അദ്ദേഹത്തിനാണ് തലസ്ഥാന നഗരി വിരോചിതമായ മടക്കയാത്ര നൽകുന്നത്. 2 മണിക്കാണ് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെ പൊതുദർശനം അവസാനിച്ചെങ്കിലും ഇപ്പോൾ 2 കിലോമീറ്റർ 1 മണിക്കൂർ പിന്നിടുമ്പോൾ 2 കിലോമീറ്റർ പോലും പിന്നിടാൻ കഴിയാത്ത തരത്തിലേക്ക് വലിയ ജനസഞ്ചയമാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, ആ വിലാപയാത്രയ്ക്കൊപ്പം പങ്കുചേരാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുദ്രാവാക്യം വിളികളിലൂടെ VSന് അന്ത്യാഭിവാദം നൽകുകയാണ് ആ ജനസഞ്ചയം. യാത്ര കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഇത്രയും നേരം സിജു സംസാരിച്ചപ്പോഴും ഈ വിലാപയാത്ര PMGയിലേക്ക് എത്തിയിട്ടില്ല. കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലേക്ക് എത്തുകയാണ്. കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ ഒട്ടേറെ കാലം 14 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി, അതുപോലെ തന്നെ 5 വർഷക്കാലം മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ നിയമസഭയെ വളരെ വലിയ സ്വാധീനമായി മാറിയിരുന്ന VSന്റെ മറ്റൊരു തട്ടകമാണ് നിയമസഭയിലേക്കാണ്, നിയമസഭാ മന്ദിരത്തിന് മുൻപിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴാണ് PMG. ആ PMGയിലാണ് ഒരു ചെറിയ നിലയിൽ ഈ വിലാപയാത്രയ്ക്ക് ഒന്ന് നിർത്തി സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക. അവിടേക്ക് PMGയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് കടന്ന് നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അവിടെയാണ് നമുക്കറിയാം എത്ര സമരങ്ങൾക്കാണ് ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ളത്. മതികെട്ടാൻ മലയിലേക്കും അതുപോലെ തന്നെ നിരവധിയായ അഴിമതിക്കെതിരായ പോരാട്ടങ്ങൾക്ക്, രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടങ്ങൾക്ക് ഒക്കെ അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാവട്ടെ, അഴിമതിയാവട്ടെ, അതടക്കമുള്ള ജനകീയ പ്രശ്നങ്ങളാവട്ടെ, ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരായ പോരാട്ടമാവട്ടെ, ഇതിനെല്ലാം അദ്ദേഹം വലിയ നേതൃത്വം വഹിച്ചിട്ടുള്ള ഈ കാണുന്ന നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്കാണ് ഇപ്പോൾ ഈ വിലാപയാത്ര എത്തിയിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. ആ വിലാപയാത്ര അങ്ങനെ PMGയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. PMGയിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ്. PMGയിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് നിയമസഭാ മന്ദിരമാണ്. നിയമസഭാ മന്ദിരത്തിൻ്റെ കവാടത്തിന് മുൻപിലേക്ക് VSന്റെ തിരുവനന്തപുരത്തു നിന്നുള്ള ഈ മടക്കയാത്രയിൽ അദ്ദേഹം ഈ നിയമസഭാ മന്ദിരവും കടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശരിയാണ് ശരത്ത്. നിയമസഭയിൽ VS നടത്തിയ പോരാട്ടങ്ങൾ ഒരു വിപ്ലവകാരിക്ക് നിയമസഭയും പോരാട്ടവേദിയാണെന്ന് മലയാളിയെ പഠിപ്പിച്ച അസാധ്യനായ അനിഷേധ്യനായ നേതാവ് വിപ്ലവകാരിയായ VS. ഒരുപക്ഷെ നിയമസഭയ്ക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോഴും നിയമസഭയിൽ VS നടത്തിയ പ്രസംഗങ്ങൾ, നിയമസഭയ്ക്കുള്ളിലും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ ഇപ്പോഴും മലയാളിയുടെ മനസ്സുകളിലേക്ക് ഇരച്ചെത്തുകയാണ്. ആ ഓർമ്മകൾ, ആ സമര വീര്യങ്ങൾ, ആ ക്ഷുഭിത യൗവനം, ആ സമരതീക്ഷ്ണമായ ആ യൗവനം, ആ ജീവിതം മലയാളിയുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ്. നിയമസഭയെ എങ്ങനെ പോരാട്ട വേദിയാക്കി മാറ്റാം എന്ന് മലയാളിയെ പഠിപ്പിച്ച VS ആണ്. നിയമസഭയ്ക്ക് മുന്നിലൂടെ ഏകദേശം 3 തവണ പ്രതിപക്ഷ നേതാവായി, 7 തവണ നിയമസഭാംഗമായി കേരള നിയമസഭയിലെത്തിയ VS അച്യുതാനന്ദൻ എങ്ങനെയാണ് നിയമസഭയെ പോരാട്ടവേദിയാക്കാമെന്ന് മനസ്സിലാക്കി തന്ന VS ഒരു നല്ല ഭരണാധികാരി, ആ നല്ല ഭരണാധികാരിയായി, നല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി, നല്ല മുന്നണി കൺവീനറായൊക്കെ പ്രവർത്തിച്ച VS ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. വലിയ തരത്തിലുള്ള ജനസഞ്ചയം. ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമസഭ പോരാട്ടവേദിയാക്കിയ VS നിയമസഭയ്ക്ക് മുന്നിലെത്തുമ്പോൾ ആർത്തിരമ്പി എത്തുന്ന ഒട്ടനവധി ഓർമ്മകളുണ്ട്, ഒട്ടനവധി സമരമുഹൂർത്തങ്ങളുണ്ട്. പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്നുദ്രകൾ, നിറയെ ചുവന്ന പൂക്കൾ. പ്രത്യേക സുരക്ഷാ സംവിധാനമാണ് വാച്ച് വാർഡ്. നമ്മുടെ പോലീസ് സംവിധാനമല്ല അതിനകത്തുള്ളത് എന്നുള്ളതറിയാം. വെള്ള യൂണിഫോമിൽ വരുന്ന പ്രത്യേക തൊപ്പിയുമൊക്കെയുള്ള ഈ വാച്ച് വാർഡ് സംവിധാനമാണ് നിയമസഭയ്ക്കായിട്ടുള്ളത്. ആ വാച്ച് വാർഡ് സേനയിൽപ്പെട്ട ആളുകളൊക്കെ, ആ സംഘത്തിൽപ്പെട്ടവരൊക്കെ അവരുടെ
മുൻ പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക് ആദരമർപ്പിക്കാൻ പുറത്തേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ നിയമസഭാ ജീവനക്കാരുടെ പ്രതിനിധികളും അവരുമൊക്കെ, നിയമസഭാ ജീവനക്കാരുമൊക്കെ ഇന്ന് പൊതു അവധിയാണ്. എന്നിട്ടും അവരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നു. അവർ മുദ്രാവാക്യം വിളികളോടെ അവർ അവസാനമായി ഒരു നോക്ക് VS-നെ കണ്ട് അങ്ങനെ നിയമസഭാ മന്ദിരവും കടന്ന് VS ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.